സ്റ്റേറ്റ് സ്കാൻ. അപ്പോൾ നമ്മൾ പോകുന്നത് ബീഹാർ. രാഷ്ട്രീയമായി പറഞ്ഞാൽ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം, പാട്ന, പാടലിപുത്ര എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള ബീഹാറിലേക്കുള്ള യാത്രയാണ്. ബീഹാറിൽ അവിടെ ലാലു പ്രസാദ് യാദവ്, നിതീഷ് കുമാർ, BJP, RJD, ജിതിൻ റാം മാഞ്ചി, ചിരാഗ് പാസ്വാൻ, പശുപതി പരസ്, അങ്ങനെ പേരുകൾ നിരവധിയാണ്, പാർട്ടികൾ നിരവധിയാണ്, മുന്നണികൾ നിരവധിയാണ്. അടിമുടി മാറുന്ന, അനുനിമിഷം മാറുന്ന ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. ചാഞ്ചാട്ടങ്ങൾ, മറിമായങ്ങൾ, 24 മണിക്കൂർ പോലും വേണ്ട ബീഹാറിൽ എന്താ അടപടലം കാര്യങ്ങൾ മാറാൻ. അപ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ പാടലിപുത്രം കാത്തുവച്ചിരിക്കുന്നു? സ്റ്റേറ്റ് സ്കാൻ. ആയാ നിതീഷ്, ഗയാ നിതീഷ്. നിന്ന നിൽപ്പിൽ രാഷ്ട്രീയ പങ്കാളികളെ കളം മാറ്റി മുഖ്യമന്ത്രിയായിരിക്കാൻ നിതീഷ് കുമാറിനോളം മെയ്വഴക്കം കാണിച്ച മറ്റൊരു നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല. നിതീഷിനെ NDA ഒപ്പം കൂട്ടിയത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ്. അതിനു പിന്നാലെ തേജസ്വി യാദവിനെതിരെ കൂടുതൽ കേസുകൾ കൊണ്ടുവരികയാണ് കേന്ദ്ര ഏജൻസികൾ. ആകെ 40 ലോക്സഭാ മണ്ഡലങ്ങൾ. BJP 17, JDU 16, LJP 6, കോൺഗ്രസ് 1 എന്നിങ്ങനെയാണ് 2019 കക്ഷിനില. ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണം കൊണ്ടും രാഷ്ട്രീയ സാഹചര്യം കൊണ്ടും BJPക്ക് അനുകൂലമാണ് ബീഹാർ. എന്നാൽ 243 അംഗങ്ങളുള്ള ബീഹാർ നിയമസഭയുടെ ചിത്രം NDA ക്യാമ്പിന് ആശങ്കയുണ്ടാക്കും. 79 അംഗങ്ങളുമായി RJDയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. കോൺഗ്രസിന്റെയും ഇടതു പാർട്ടികളുടെയും ശക്തമായ നിര സഖ്യത്തിനുണ്ട്. സീറ്റ് വിഭജന ചർച്ചയിൽ അസ്വാരസ്യം രൂപപ്പെട്ടെങ്കിലും സഖ്യത്തിൽ വിള്ളലുണ്ടാക്കില്ല എന്നാണ് കണക്കുകൂട്ടൽ. NDA ക്യാമ്പിൽ സ്ഥിതി മറിച്ചാണ്. പശുപതി പരസിന്റെ RLJP സീറ്റ് വിഭജനത്തിൽ കലാപക്കൊടി ഉയർത്തിക്കഴിഞ്ഞു. ഇന്ദിരാഗാന്ധി വിറപ്പിച്ച ജയപ്രകാശ് നാരായണന്റെ സോഷ്യലിസ്റ്റ് മുന്നേറ്റം ബീഹാറിന് സമ്മാനിച്ചത് അതികായന്മാരായ 2 നേതാക്കളെ. ഒന്ന് ലാലു പ്രസാദ് യാദവ്, മറ്റൊരാൾ നിതീഷ് കുമാർ. രണ്ടും ബീഹാർ രാഷ്ട്രീയത്തിന്റെ തലവര മാറ്റിയ നേതാക്കൾ. അവർ തന്നെയാണ് ഇപ്പോഴും ചക്രം തിരിക്കുന്നത്. സംഘപരിവാറിനോട് ഏറ്റുമുട്ടിയാണ് RJDയെ ലാലു പ്രസാദ് വളർത്തിയതെങ്കിൽ BJPയോട് ഐത്തം കൽപ്പിക്കാതെ അധികാരത്തിലിരിക്കാൻ നിതീഷിനായി. 13.10 കോടിയാണ് ബീഹാറിലെ ജനസംഖ്യ. അതിൽ 36% സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗം. മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ 27.13%. 60%-ലധികം വരും ഇരു വിഭാഗങ്ങൾ. തേജസ്വി ഉൾപ്പെടുന്ന OBC വിഭാഗമായ യാദവ് വിഭാഗം രാഷ്ട്രീയമായി കരുത്തുറ്റ സമുദായമാണ്. പട്ടികജാതി വിഭാഗം സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യയുടെ 19.65% വരും. ജാതി സെൻസസ് നടത്തിയത് തെരഞ്ഞെടുപ്പിൽ തുറുപ്പുചീട്ടാകും എന്നാണ് JDUവിന്റെ കണക്കുകൂട്ടൽ. പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടാണ് കർപ്പൂരി താക്കൂറിന് ഭാരത് രത്ന പ്രഖ്യാപിച്ചത്. ചിരാഗ് പാസ്വാന്റെ LJP വീണ്ടും NDA പാളയത്തിലേക്ക് മടങ്ങിയെത്തിയതും ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയാകും. പ്രതിപക്ഷ നിരയുടെ ശക്തി കേന്ദ്രമായി കണ്ട ബീഹാർ പൊടുന്നനെയാണ് മാറിയത്. 2024 ജനവിധി ഇന്ത്യ സഖ്യത്തിനു മാത്രമല്ല നിതീഷ് കുമാറിന്റെ JDUവിന്റെയും കൂടി ഭാവി നിർണയിക്കുന്നതാകും. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഏറ്റവും നിതീഷ് വീണ്ടും NDA ക്യാമ്പിലേക്ക് എത്തിയത് അവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വിജയകുമാർ, പക്ഷേ നിതീഷ് കുമാറിന്റെ വിശ്വാസത്തേക്ക് വലിയ കോട്ട അവിടെയുണ്ട്. പിന്നെ CPM, CPI, CPML പോലെ ഇടതുകക്ഷികൾ മഹാസഖ്യത്തിൽ ജോയിൻ ചെയ്യുന്നു. തേജസ്വി യാദവ് എന്താണ് വലിയ പ്രോമിസിംഗ് ആയ വലിയ തലപ്പക്കോളം നേതാവ് അവിടെ വളരുന്നു. അതുകൊണ്ട് അത്ര എളുപ്പമാവില്ല നിതീഷ് കൂടെ. കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരു തൂത്തുവാരിയതിനൊപ്പമായിരുന്നു, ക്ലീൻ സ്വീപ്പ് എന്നൊക്കെ പറയാവുന്നതായിരുന്നു NDAക്ക്. ഇത്തവണ അങ്ങനെ ആകുമോ? അത് മാത്രമല്ല, രാംവിലാസ് പാസ്വാൻ ഇല്ല, അസാന്നിധ്യമുണ്ട്. പ്രത്യേകിച്ച് പശുപതി പരസ് ചിരാഗ് BJP ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്, 5 സീറ്റും കൊടുത്തിട്ടുണ്ട്. അല്ല, ചിരാഗ് ഉണ്ട് എന്ന് പറയും. രാംവിലാസ് പാസ്വാന്റെ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ വലിയ തലപ്പക്കം ചിരാഗിന് കിട്ടുമോ? ആ പിന്തുണയുണ്ടോ? കിട്ടുന്നില്ല. മാത്രമല്ല പശുപതി പരസ് രാജിവെക്കുകയും ചെയ്യുന്നു. രാജിവെച്ചു. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്.